ഒന്നും അറിയാണ്ട് ഒരു അമ്മ എന്നൊരു വ്യക്തി എന്നെ ഇട്ട് വേദനിപ്പിച്ചു. 2 ദിവസം എനിക്കൊന്നും ഉറങ്ങാൻ പറ്റും. ഇന്നലെ പുലർച്ചെ 4-5 മണിയായിട്ട് ഇതിലൊന്ന് കണ്ണടയ്ക്കും. രാവിലെ എച്ച് പടോടിച്ചിട്ടേ നിങ്ങളെ പോലെ അല്ലല്ലോ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്യാണം അല്ലായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ചത്. എന്റെ അമ്മയുള്ള അച്ഛനാലും ഇങ്ങനെ ഒരു കല്യാണം അല്ല പ്രതീക്ഷിച്ചിരുന്നത്. നല്ല രീതിയിൽ സത്യം പറഞ്ഞാലോ 19 വയസ്സിൽ കല്യാണം കഴിപ്പിച്ച കുറ്റം, 20 വയസ്സിൽ കല്യാണം കഴിപ്പിച്ച കുറ്റം, ഇതൊക്കെ വയസ്സിലെ കല്യാണം കഴിച്ചാലോ ഇതൊക്കെ നമ്മൾ അനുഭവിക്കാതെ ഇനിയും ഞാൻ അഹങ്കാരത്തിൽ പറയും ഞാൻ നല്ലൊരു അമ്മയും നല്ലൊരു ഭാര്യയാണ്. മനസ്സിലായോ? ആ കാര്യത്തിൽ യാതൊരു മാറ്റമില്ല. നിങ്ങൾ എന്തൊക്കെ കൊല വെള്ളി വലിച്ചാലും എന്നിലെ അമ്മ ഞാൻ നല്ലോണം. അതുകൊണ്ട് ഞാൻ 4 പ്രസവിച്ചത്. എന്റെ മക്കളെ നോക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് ഞാൻ 4 പ്രസവിച്ചത്. മക്കളുടെ ഭാഗം നിൽക്കാണ്ട് അമ്മ എന്താ പറഞ്ഞെങ്കിൽ അത് കേൾക്കാം. സത്യസന്ധമായ കാര്യം ഈ വീട്ടിലെ അമ്മയുടെ ഭാഗത്ത് നടന്നിട്ടുള്ളൂ. അത് നടക്കുമ്പോ ഞാൻ അത് ചിന്തിക്കാറില്ല. ഞാൻ 26 വർഷമായിട്ട് എന്താന്ന് എന്റെ ഭാര്യ എന്താന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതില് തെറ്റില്ലാത്ത കാര്യത്തിൽ തെറ്റുണ്ടാവില്ല എന്നുള്ള കാര്യത്തിലാണ് ഞാൻ അത് ശ്രദ്ധിക്കാണ്ടില്ല. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അത് രൂക്ഷമാവും. അതുകൊണ്ടാണ് നമ്മളത് കുറെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടക്കുന്നത്. മനസ്സിലാക്കണം. പക്വത വരാത്ത കുട്ടികളെ കല്യാണം കഴിപ്പിക്കുകയാണ്. അത് പഠിപ്പിച്ചില്ല. എനിക്ക് പഠിക്കണ്ട, എനിക്ക് ജോലിക്ക് പോകണ്ട, ഞാൻ ഒരു കടയിലേക്ക് ഒറ്റയ്ക്ക് പോവില്ല എന്ന് പറഞ്ഞാണ് ഞാൻ എന്താ ചെയ്യണ്ട പറ. ഞങ്ങൾ കാറിൽ പോയി ഇറങ്ങിയിട്ട് ആ ഷോപ്പിൽ നിന്ന് ഒരു സാധനം മേടിച്ചു പെറ്റില്ല എന്ന് പറഞ്ഞാണ് ഞാൻ എന്ത് ചെയ്യണം? പഠിക്കണ്ട എന്ന് പറഞ്ഞാണ് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പഠിച്ച് പരീക്ഷ എഴുതിയ മതിയാ? പിന്നെ തല്ലി വിടുക. ആ തല്ലി വിടാൻ ഇപ്പൊ തല്ലി അത് തിരിച്ചു വരുന്ന കേസാ. ഇപ്പൊ ഞങ്ങളുടെ മോളെ തല്ലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇതിന്റെ പേരിൽ ഞങ്ങൾ കേസ് കൊടുക്കുക അല്ലേ? ഇനിയിപ്പോ പഠിക്കാൻ ചേർത്തി എൻ്റെ ഗൂഗിൾ പേ ചേർത്തിയ ആളുടെ ഫോണിൽ എൻ്റെ ഗൂഗിൾ പേ ഉണ്ടായത്. ഇത്ര രൂപ അടയ്ക്കണം, അടയ്ക്കട്ടെ? അടച്ചോ. ഇത്ര രൂപ ബുക്കിന് അടയ്ക്കണം, അടച്ചോ. ഈ അടയ്ക്കണത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്ലാസ്സിൽ കയറുന്നതോ കാര്യങ്ങളോ ഞാൻ കാണില്ല. ഞാൻ ചോദിക്കും ഓൺലൈൻ ക്ലാസ്സിൽ കയറണോ? ഇതിന് ഞാൻ എന്ത് ചെയ്യണോ ചോദിച്ചു. ഞാൻ കരയും. നെഞ്ചിങ്ങനെ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. മനസ്സിലായ? പക്ഷെ കരയാണ്ട് നോക്കുക. പിന്നെ ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങളുടെ കണക്ക് ഈ 4 മക്കളെക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ആ ഒരാൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നല്ലപ്പകാലം മുഴുവൻ RCCനുള്ളിലായിരുന്നു ജീവിതം. RCCനുള്ളിൽ പോയി കയറിയോട്ടു അതിനുള്ളിൽ കിടന്നവർക്ക് അതിന്റെ അവസ്ഥ കാശിനല്ല കണക്ക്. നമ്മൾ നോക്കേണ്ട കടമ തന്നി ജനിപ്പിച്ച നോക്കേണ്ട കടമ ഉണ്ട്. അവര് ഏത് മക്കള് ചെയ്യണത് അതിന് തോന്നിയ ഇത്ര നാള് ഞങ്ങൾ അനുഭവിച്ചു വന്ന ജീവിതം എന്താണെന്നറിയും? 26 വർഷത്തിനോട് ഞങ്ങൾ അനുഭവിച്ചെങ്കിലും പുറലോകത്ത് ചിരിച്ചിട്ട് എന്നെ നിന്ന്. പിന്നെ ദാരിദ്ര്യം പറഞ്ഞിട്ട് നീ ഒന്ന് കൊണ്ടു തന്നിട്ടില്ല. ആത്മഹത്യ ചെയ്യാന്നുള്ളൊരു മനസ്സിലേക്ക് ഒന്നും അറിയാണ്ട് ഒരു അമ്മ എന്നൊരു വ്യക്തി എന്നെ ഇട്ട് വേദനിപ്പിച്ചു. ഒരൊറ്റ കാരണമായിരിക്കും എൻ്റെ മരണത്തിലുള്ള ഉത്തരവാദി. അല്ലാണ്ട് വേറൊരു കാരണം എനിക്ക് എങ്ങനെ മരിക്കാനും മനസ്സ് വെന്ത് അറ്റാക്ക് ആയിട്ട് ചെയ്യാൻ നിങ്ങളോ ഓരോരുത്തരാണ് 2 ദിവസം എനിക്കൊന്നും ഉറങ്ങാൻ പറ്റും. ഇന്നലെ പുലർച്ചെ 4-5 മണിയായിട്ട് ഇതിലൊന്ന് കണ്ണടയ്ക്കും. രാവിലെ എച്ച് പടോടിച്ചിട്ടേ നിങ്ങളെ പോലെ അല്ലല്ലോ. ഭക്ഷണം വെച്ചോടക്കട്ടെ. ചെറിയ മക്കളിനെ അവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്യാണം അല്ലായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ചത്. എന്റെ അമ്മയുള്ള അച്ഛനാലും ഇങ്ങനെ ഒരു കല്യാണം അല്ല പ്രതീക്ഷിച്ചിരുന്നത്. നല്ല രീതിയിൽ സത്യം പറഞ്ഞാലോ അമ്മ അച്ഛനൊക്കെ കരഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു. പക്ഷെ കരഞ്ഞത് ഒരിക്കലും ഞങ്ങൾ ചെയ്ത കാര്യം കൊണ്ടല്ല, ഇതിങ്ങനെ ആയിപ്പോയുണ്ട്. കാരണം അത്ര ഗംഭീരമായിട്ട് നമ്മൾ വെച്ച ഒരു കല്യാണമായിരുന്നു. ഇങ്ങനെ ആയിപ്പോവാൻ കാരണങ്ങൾ കുറേ ഉണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ ഇപ്പൊ പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങൾ എടുത്തിടാൻ താല്പര്യമില്ല. ഇനി നല്ല വീഡിയോസ് ആയിട്ട് പോവാന്ന് വെച്ചാൽ പക്ഷെ ഞങ്ങൾ പറയണില്ല എന്ന് പറയില്ല. എന്തെങ്കിലും അത്ര സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞങ്ങൾ അത് പറയും. പക്ഷെ നമ്മ ഈ അച്ഛൻ വന്നിട്ട് അല്ലേ ഞങ്ങൾ കല്യാണം നല്ല രീതിയിൽ നടത്തണം. എന്താ വെച്ചാൽ എൻ്റെ അച്ഛനമ്മയ്ക്കും അത്രയും ആഗ്രഹങ്ങളുണ്ട്. ഒരുപാട് എല്ലാ അച്ഛന്മാർക്കും ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പിന്നെ അവർ ഇതിങ്ങനെ ഒരു കാര്യത്തിൽ നമുക്ക് കൂട്ട് നിന്നത് നമ്മുടെ അവസ്ഥ അത്രയും മനസ്സിലാക്കി. അപ്പൊ ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിനകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാലോ. അതായത് ഇവരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ വൻ കോമഡി ആയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഫസ്റ്റത്തെ ഒരു ടൈമിനകത്തൊക്കെ ഞാൻ ഇവരെന്ത് ടോക്സിക് ആണ് അങ്ങനെയൊക്കെ ഞാനിങ്ങനെ നോക്കി കാണുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് എത്ര രസമായിട്ടാണ് അവരുടെ ആ ഒരു കുടുംബം പോണത്. അതായത് ഇത്രത്തോളം ഇത്രയും കോമഡി നമുക്ക് മെഗാ സീരിയലുകളിലോ അല്ലെങ്കിൽ കണ്ണീർ സീരിയലിൽ പോലും കാണാൻ പറ്റില്ല. കാര്യം അതിനേക്കാളൊക്കെ ഒരു അൾട്ടിമേറ്റ് ലെവലിനകത്താണ് ഇവരത് പോയിക്കൊണ്ടിരിക്കുന്നത്.
അതായത് ഇവർ ആറ്റുനോറ്റൊരു മോളെ 2 മക്കളെ പെൺമക്കളെ ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് വന്നു. അതായത് 19 വയസ്സാകുമ്പോൾ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിടും, അപ്പോൾ അതാണ് സെറ്റപ്പാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൊണ്ട് നടന്ന് അപ്പോൾ ഇത്ര ശമ്പളം മറ്റേ ഡൗറി അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീധനം കൊടുത്തിട്ട് കെട്ടിച്ചു വിടും എന്നൊക്കെ ഉള്ള രീതിക്ക് അവർ കൊണ്ടുവന്ന്, അതായത് നമ്മളെ അറക്കാനായിട്ട് നമ്മൾ പോത്തിനെയൊക്കെ വളർത്തൂലേ അതേപോലെ ഇവർ എന്നിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ആ കറക്റ്റ് ആ ഒരു ടൈം ആയപ്പോഴേക്കും മോൾ ഒളിച്ചോടി വേറൊരുത്തിൻ്റെ കൂടെ പോയി. എന്നിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറേ നാൾ ഇവർ മോളെ കുറ്റം പറഞ്ഞു, അതായത് മൂത്ത മോളെ ഇവർ കുറ്റം പറഞ്ഞ് തന്നെ നടക്കണായിരുന്നു. ഞങ്ങൾക്ക് ഇനി ഇളയ മോളുണ്ട്, ഇനി ഞങ്ങൾക്ക് മൂത്ത മോള് അങ്ങനെ മോളെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഇളയ മോളെ പിന്നെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇളയ മോള് വേറെ ഏതൊരുത്തൻ്റെ കൂടെ പോയി ഇവരെ വിളിക്കാണ്ട് കല്യാണം കഴിച്ചു. അപ്പം അതാണ് ഇപ്പോൾ ഇവരുടെ സംഭവം. അപ്പോൾ അങ്ങനത്തെ ഒരു വൻ കോമഡി ആയിട്ടുള്ള രീതിക്കാണ് ഇവർ ഈ സംഭവം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം. എന്തായാലും നല്ല രസമുണ്ട് ഇവർ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടിരിക്കാൻ. ഇനിയും ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകണം, അപ്പോൾ ഇനിയും നമുക്ക് ഇതേപോലത്തെ കണ്ടന്റുകളൊക്കെ ഇടാം എന്ന് അവരോട് ഞാൻ പറയുന്നതാണ്. പിന്നെ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പെർഫെക്റ്റ് അമ്മയാണെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ളട്ടെ. കാര്യം മക്കളെ നിങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാണ്ട് നിങ്ങൾ ജസ്റ്റ് അവരെ കല്യാണം കഴിപ്പിച്ച് അയക്കാനായിട്ടുള്ളൊരു വസ്തുവായിട്ട് മാത്രമാണ് നിങ്ങൾ അവർ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അത് കണ്ടിട്ട്. അല്ലാണ്ട് നിങ്ങളൊരു മകളായിട്ടോ അല്ലെങ്കിൽ മകൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, മകളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇപ്പം ആ ഒരു മകൾ ഇപ്പം എന്തൊക്കെ പറഞ്ഞാൽ വേറൊരുത്തൻ്റെ കൂടെ പോയാൽ തന്നെ നിങ്ങളുടെ മകളാണ്. നിങ്ങൾ പറയുമ്പോഴും അതിനനുസരിച്ച് ഒരു ഇത് കൊടുത്തിട്ട് വേണം പറയാൻ. അല്ലാണ്ട് അവൾ അങ്ങനെയാണ്, ഒരു കഴിവില്ലാത്തവളാണ് അവൾ എന്നൊക്കെ വന്നിട്ട് വിളിച്ച് പറയാനാണ്. അതായത് പബ്ലിക്കായിട്ടാണ് വന്ന് വിളിച്ച് പറയാൻ. നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിനകത്തിരുന്ന് കരഞ്ഞോ. നിങ്ങൾ എന്തിനാണ് ആ കരയണത് ഷൂട്ട് ചെയ്തത് നിങ്ങൾ നാട്ടുകാരെ കാണിക്കുന്നത്? അങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നാട്ടുകാർ കയറി അവരുടെ അഭിപ്രായം പറയും, നാട്ടുകാർ കയറി നിങ്ങളുടെ മകൾ അതും ഇതൊക്കെ പറയാൻ തുടങ്ങും. പോകുമ്പോൾ ആർക്ക് പോയി? നിങ്ങളുടെ മകൾക്കാണ് അതിൻ്റെ ദോഷം, നിങ്ങളുടെ മകളാണ് അത്. ആ ഒരു ബോധം പോലും ഇല്ലാത്ത നിങ്ങൾ എന്ത് നല്ല അമ്മയാണെന്ന് നിങ്ങൾ അവകാശപ്പെടണമെന്നൊന്നും എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും നല്ല രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കണം. അപ്പം ഫാമിലി വ്ളോഗേഴ്സിന് ഭൂരിഭാഗമായിട്ട് കണ്ടുവരുന്ന ഒരു വിഷയമാണ്, അതായത് ഇവർക്ക് എന്തൊക്കെയാണ് പബ്ലിക്കായിട്ട് വെക്കേണ്ടത്, എന്തൊക്കെയാണ് പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ടത്, ഇതിനെ പറ്റിയിട്ട് ഇവർക്ക് യാതൊരു ധാരണയില്ല എന്നുള്ളതാണ്. അപ്പം മിക്ക ഫാമിലി വ്ളോഗേഴ്സ് ഈ വിഷയം ഉണ്ടാക്കുന്നതിനകത്ത് മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. കാര്യം ഇവർക്ക് എന്താണ് ഇവരുടെ ലൈഫിനകത്ത് ഇപ്പം നാട്ടുകാരെ കാണിക്കേണ്ടാത്തത്, എന്തൊക്കെയാണ് കാണിക്കാവുന്നത്, ഇതൊന്നും ഇവർക്ക് അറിഞ്ഞൂടാ. ഇവരതുകൊണ്ട് ഇവരുടെ നടക്കിൽ വീട്ടിൽ നടക്കുന്ന സകല വിഷയങ്ങളും എടുത്തിട്ട് പബ്ലിക്കിനായിട്ട് കാണിക്കും. പബ്ലിക്കിനെ കാണിച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് വരും? പബ്ലിക് അതിനകത്ത് കയറി വീട്ടുകാരെ തെറി വിളിക്കല്, അതേപോലെ ഈ തെറി വിളിക്കുന്നതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുമല്ലോ ഒരിക്കലും. പക്ഷേ എന്നാലും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഓരോരുത്തർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്ന് ഓരോ വിഷയത്തിനകത്തും. ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ പറയുന്നത്. വേറൊരാൾ ചിലപ്പോൾ പൂര തെറിയൊക്കെ വിളിച്ചെന്നൊക്കെ വരാം. പക്ഷെ അങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷേ ഞാനിവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫാണ്. അപ്പം നിങ്ങൾ വേണം അത് എങ്ങനെ വെക്കണം എന്ന് ആലോചിക്കാനായിട്ട് നിങ്ങൾ തന്നെ അത് ചിന്തിക്കണം. അല്ലാണ്ട് ലാസ്റ്റ് എല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആൾക്കാരെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും പറയുന്നവരെ കുറ്റക്കാരാക്കാനായിട്ടുള്ള ഇവരെയൊക്കെ ഈ ഒരു തത്രപ്പാടും ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോഴത്തേക്കും ചിരി മാത്രമായിട്ടാണ് വരുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും എനിക്കിത് കണ്ടിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഇവരെ ഈ കാണിച്ചു കൂട്ടിയിട്ടും പിന്നെയും ഇവരെ കാണാനും അതേപോലെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയാണ് ഈ സീരിയലിനും അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ സിനിമ ടിവിനകത്തൊക്കെ വരുന്ന റിയാലിറ്റി ഷോകൾക്കൊക്കെ ഇത്രയ്ക്ക് ഫാൻസും അതേപോലെ ഇത്രയ്ക്ക് ഓഡിയൻസൊക്കെ ഉണ്ടാവാനായിട്ട് കാര്യം എന്താണ്? കണ്ടവൻ്റെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാനായിട്ടുള്ള നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു ആർത്തിയുണ്ട്. അപ്പോൾ ആ ഒരു ആർത്തിയുടെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ആർത്തിയുടെ ഭാഗമായിട്ടാണ് ഇവർക്കൊക്കെ ഇത്രയും വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിനകത്ത് ഇവർ സക്സസ്ഫുള്ളാണ്. കാര്യം ഇവർക്ക് എന്താണ്? ഇവർക്ക് കാശ് കിട്ടുന്നുണ്ട്, ഈ വീഡിയോ ഇട്ടിട്ട് കാണുന്നവർക്കൊരു മനസ്സുഖം കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സുഖം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിന് വ്യൂസ് കയറണമെങ്കിൽ എനിക്കൊരു സുഖം കിട്ടുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് എല്ലാവർക്കും ഇതിൽ നിന്ന് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പേരുദോഷം അല്ലെങ്കിൽ ഇപ്പം വീട്ടുകാരുടെ അതായത് ഇതൊന്നും എവിടെയും പോവില്ല. നിങ്ങളിപ്പോൾ ഈ വന്നിട്ട് പറയണ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുമോ കുറച്ച് ദിവസം കഴിഞ്ഞ് മറന്നു പോയി ആൾക്കാർ? ഇല്ല, ഇതൊന്നും എവിടെയും പോവില്ല. ഇതൊക്കെ ഈ പബ്ലിക്കായിട്ട് തന്നെ കിടക്കും. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ സോൾവ് ആയി കഴിയുമ്പോഴായിരിക്കും ആൾക്കാർ വന്നിട്ട് ചോദിക്കണം, നിങ്ങൾ അന്ന് മറ്റേ അവളെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ വന്നിട്ട് ആൾക്കാർ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും അപ്പം കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാര്യം ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? അപ്പോൾ എനിക്ക് അത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വീഡിയോ ഭയങ്കര ഇഷ്ടമായിരിക്കും, നിങ്ങൾ ഇവരുടെ കട്ട ഫാൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾ വീഡിയോന് താഴെ വന്ന് കമൻറ്റ് ചെയ്തോ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എനിക്ക് അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാം വീഡിയോയുടെ കമൻറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പിള്ളേർക്ക് അടുത്ത വീഡിയോ കണ്ടായിട്ട് അപ്പോൾ ബിസി.